ദേശീയ ജലഗതാഗതം. ദേശീയ ജലഗതാഗത നിയമം 2016. ദേശീയ ജലഗതാഗത നിയമം 2016 അനുസരിച്ച് ഇന്ത്യയിൽ 111 ദേശീയ ജലപാതകളുണ്ട്. ഈ നിയമപ്രകാരം ദേശീയ ജലപാത 3 കോട്ടപ്പുറത്ത് നിന്നും കോഴിക്കോട്ടേക്ക് നീട്ടി. മുൻപ് കൊല്ലം കോട്ടപ്പുറമായിരുന്നു. ഈ നിയമപ്രകാരം പൂർണ്ണമായും കേരളത്തിൽ 4 ദേശീയ ജലപാതകളാണുള്ളത്. നാഷണൽ വാട്ടർവേ 3, നാഷണൽ വാട്ടർവേ 8, നാഷണൽ വാട്ടർവേ 9, നാഷണൽ വാട്ടർവേ 59. അപ്പം ദേശീയ ജലപാത 3, ദേശീയ ജലപാത 8 ആലപ്പുഴ മുതൽ ചങ്ങനാശ്ശേരി വരെയും, ദേശീയ ജലപാത 9 ആലപ്പുഴ മുതൽ അതിരമ്പുഴ വരെയും, ദേശീയ ജലപാത 59 കോട്ടപ്പുറം മുതൽ വൈക്കം വരെയും. അപ്പം കേരളത്തിലെ ദേശീയ ജലപാതകളുടെ എണ്ണം 5 ഉണ്ട്. ഭാഗികമായി മാത്രം കേരളത്തിലൂടെ കടന്നു പോകുന്നതാണ് നാഷണൽ വാട്ടർവേ 13. അപ്പം കേരളത്തിലെ ദേശീയപാതകളുടെ എണ്ണം 5. പൂർണ്ണമായും കടന്നു പോകുന്നത് 4. അത് നാഷണൽ വാട്ടർവേ 3, നാഷണൽ വാട്ടർവേ 8, നാഷണൽ വാട്ടർവേ 9, നാഷണൽ വാട്ടർവേ 59. അടുത്ത് ഭാഗികമായി മാത്രം കടന്നു പോകുന്നത് നാഷണൽ വാട്ടർവേ 13. അത് കേരളത്തിൽ നിന്നും ആരംഭിക്കുകയും എന്നാൽ ഭൂരിഭാഗം പ്രദേശവും തമിഴ്നാട്ടിൽ ഉൾപ്പെടുന്നതുമാണ്. അപ്പം നാഷണൽ വാട്ടർവേ 13ൻ്റെ മറ്റൊരു പേരാണ് AVM കനാൽ. അത് തിരുവനന്തപുരം കന്യാകുമാരിയാണ്. AVM കനാൽ. നാഷണൽ വാട്ടർവേ 13. നാഷണൽ വാട്ടർവേ 1, ദേശീയ ജലപാത 1. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ജലപാതയാണ് നാഷണൽ വാട്ടർവേ 1. നിലവിൽ വന്നത് 1986. ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ എന്നിവിടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പം നാഷണൽ വാട്ടർവേ 1 കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, വെസ്റ്റ് ബംഗാൾ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാതയാണ് നാഷണൽ വാട്ടർവേ 1. നാഷണൽ വാട്ടർവേ 1ൻ്റെ വികസനം ലക്ഷ്യം വച്ചുകൊണ്ട് ഈ ജലപാത 3 തരംതിരിക്കുന്നു. അപ്പം നാഷണൽ വാട്ടർവേയുടെ 1ൻ്റെ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ട് ജലപാതയെ 3 തരംതിരിക്കാം. ഹാൽഡിയ ഫറോക്ക ഭാഗം, ഫറോക്ക പാറ്റ്ന ഭാഗം, പാറ്റ്ന അലഹാബാദ് ഭാഗം. അതായത് ഹാൽഡിയ ഫറാക്ക ഭാഗം 1 ഭാഗം, ഇത് 560 കിലോമീറ്റർ ദൈർഘ്യം വരുന്നു. 2 ഫറാക്ക മുതൽ പാറ്റ്ന വരെ 460 കിലോമീറ്റർ 2 ഭാഗം. 3 പാറ്റ്ന മുതൽ അലഹാബാദ് വരെ 600 കിലോമീറ്റർ ദൈർഘ്യം. ഓക്കെ. അപ്പം നാഷണൽ വാട്ടർവേ 1ൻ്റെ ഗതാഗത വിസ്തൃതിയും അനുബന്ധ വികസനങ്ങളും നടപ്പിലാക്കാനായി ആരംഭിച്ച പദ്ധതിയാണ് ജൽമാർഗ് വികാസ് പ്രോജക്റ്റ്. അപ്പം നാഷണൽ വാട്ടർവേ 1ൻ്റെ വികസനം നടപ്പിലാക്കുന്നതിനെ ആരംഭിച്ച പദ്ധതിയാണ് ജൽമാർഗ് വികാസ് പ്രോജക്റ്റ്. ഇനി നാഷണൽ വാട്ടർവേ 2, ദേശീയ ജലപാത 2 ബ്രഹ്മപുത്ര നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബ്രഹ്മപുത്ര നദിയിൽ ആസാമിനെ സാധ്യ മുതൽ ധുബ്രി വരെ 891 കിലോമീറ്റർ ദൈർഘ്യമുള്ള ദേശീയ ജലപാതയാണ് നാഷണൽ വാട്ടർവേ 2. ബ്രഹ്മപുത്ര നദിയിൽ ആസാമിലെ സാധ്യ മുതൽ ധുബ്രി വരെ 891 കിലോമീറ്റർ ദൈർഘ്യമുള്ള ദേശീയ ജലപാതയാണ് നാഷണൽ വാട്ടർവേ 2. നിലവിൽ വന്നത് 1988. നാഷണൽ വാട്ടർവേ 2 നിലവിൽ വന്നത് 1988. ദേശീയ ജലപാത 3 കൊല്ലം മുതൽ കോഴിക്കോട് വരെ 365 കിലോമീറ്റർ ദൈർഘ്യമുള്ള ദേശീയ ജലപാതയാണ് നാഷണൽ വാട്ടർവേ 3. നാഷണൽ വാട്ടർവേ 3 കൊല്ലം മുതൽ കോഴിക്കോട് വരെ 365 കിലോമീറ്റർ ദൈർഘ്യമുള്ള ദേശീയ ജലപാതയാണ് നാഷണൽ വാട്ടർവേ 3. മുൻപ് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ 205 കിലോമീറ്റർ ദൈർഘ്യം ഉണ്ടായിരുന്നുള്ളൂ. നിലവിൽ 365 കിലോമീറ്റർ ദൈർഘ്യമുണ്ട് കൊല്ലം മുതൽ കോഴിക്കോട് വരെ. നാഷണൽ വാട്ടർവേ 3 ദേശീയ ജലപാതയായി പ്രഖ്യാപിച്ചത് 1993. നാഷണൽ വാട്ടർവേ 3 ദേശീയ ജലപാതയായി പ്രഖ്യാപിച്ച വർഷം 1993. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നതും നാഷണൽ വാട്ടർവേ 3യാണ്. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നും അറിയപ്പെടുന്നു. നാഷണൽ വാട്ടർവേ 3 ജലപാതയിൽ ഉൾപ്പെടുന്ന 3 കനാലുകൾ: ഒന്ന്
പശ്ചിമതീര കനാൽ 168 കിലോമീറ്ററാണ് പശ്ചിമതീര കനാൽ. 2 ചമ്പക്കര കനാൽ 14 കിലോമീറ്റർ. അടുത്ത് ഉദ്യോഗമണ്ഡൽ കനാൽ 23 കിലോമീറ്റർ. അപ്പം പശ്ചിമതീര കനാൽ, ചമ്പക്കര കനാൽ, പിന്നെ ഉദ്യോഗമണ്ഡൽ കനാൽ, ഇത് മൂന്നും കൂടെയാണ് നാഷണൽ വാട്ടർവേ 3യിൽ ഉൾപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയ ജലപാതയാണ് നാഷണൽ വാട്ടർവേ 3. അപ്പം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാതയാണ് നാഷണൽ വാട്ടർവേ 3. അടുത്ത ദേശീയ ജലപാത 4 നാഷണൽ വാട്ടർവേ 4. ആന്ധ്രാപ്രദേശിലെ കാക്കിനഡ മുതൽ പുതുച്ചേരി വരെ 1078 കിലോമീറ്റർ നീളമുള്ള ദേശീയ ജലപാതയാണ് നാഷണൽ വാട്ടർവേ 3. ഇപ്പം ആന്ധ്രാപ്രദേശിലെ കാക്കിനഡ മുതൽ പുതുച്ചേരി വരെ 1078 കിലോമീറ്റർ ദൈർഘ്യമുള്ള ദേശീയ ജലപാതയാണ് നാഷണൽ വാട്ടർവേ 4. നിലവിൽ വന്നത് 2008. ഗോദാവരി, കൃഷ്ണ, ഡെൽറ്റ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്നു. അപ്പം നാഷണൽ വാട്ടർവേ 4 നിലവിൽ വന്നത് 2008, 1078 കിലോമീറ്റർ ദൈർഘ്യം. ആന്ധ്രയിലെ കാക്കിനഡ മുതൽ പുതുച്ചേരി വരെ ആണ് ദൈർഘ്യം. ഈ ഗോദാവരി, കൃഷ്ണ, ഡെൽറ്റ പ്രദേശത്തിലൂടെ കടന്നു പോകുന്നു. ബക്കിംഗ്ഹാം കനാലുമായി ബന്ധമുള്ള ദേശീയ ജലപാത വാട്ടർവേ 4. അപ്പം ബക്കിംഗ്ഹാം കനാലുമായി ബന്ധമുള്ള ദേശീയ ജലപാതയാണ് നാഷണൽ വാട്ടർവേ 4. ദേശീയ ജലപാത 5 നാഷണൽ വാട്ടർവേ 5. ഒഡീഷയിലെ തൽച്ചാർ മുതൽ ധാംറ വരെ 588 കിലോമീറ്റർ ദൈർഘ്യമുള്ള ദേശീയ ജലപാതയാണ് നാഷണൽ വാട്ടർവേ 5. അപ്പം ഒഡീഷയിലെ തൽച്ചാർ മുതൽ ധാംറ വരെ 588 കിലോമീറ്റർ ദൈർഘ്യമുള്ള ദേശീയ ജലപാതയാണ് നാഷണൽ വാട്ടർവേ 5. SCERT പ്രകാരം 623 കിലോമീറ്റർ എന്നും പറയുന്നുണ്ട്. SCERT പ്രകാരം 623 കിലോമീറ്റർ. നാഷണൽ വാട്ടർവേ 5 നിലവിൽ വന്നത് 2008. അപ്പം നാഷണൽ വാട്ടർവേ 4ഉം നാഷണൽ വാട്ടർവേ 5ഉം നിലവിൽ വന്നത് 2008. ഇനി നാഷണൽ വാട്ടർവേ 5 ബ്രാഹ്മണി, മഹാനദി, ഡെൽറ്റ പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നു. ബ്രാഹ്മണി, മഹാനദി, ഡെൽറ്റ പ്രദേശങ്ങളിലാണ് ദേശീയ ജലപാത 5 സ്ഥിതി ചെയ്യുന്നത്. ഇനി ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് നാഷണൽ വാട്ടർവേ 5 ആണ്. ഏതാണ്? ഈസ്റ്റ് കോസ്റ്റ് കനാൽ. എന്നാൽ വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് നാഷണൽ വാട്ടർവേ 3യും ഈസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്നത് നാഷണൽ വാട്ടർവേ 5ഉം ആണ്.